Hi all, welcome to MST Lakshya Ornamental Studio and Fab Video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാഞ്ചി കോട്ടൺ അഥവാ ചെട്ടിനാട് കോട്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള സാരീസാണ്. ഈ സാരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വെയറിനായിട്ടും അതുപോലെ തന്നെ ചെറിയൊരു ഫംഗ്ഷനിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഉഷ്ണകാലത്തേക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്, ഒരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് എ ഡാർക്ക് ഗ്രീൻ. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ ഒരു കാണുന്നത്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഒരു മജന്ത വിത്ത് ഒരു ഓറഞ്ച്, ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ബോർഡറാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രാക്ഷം വിത്ത് പീകോക്കാണ് ഈ ബോർഡർ വരുന്നത്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു കാഞ്ചി കോട്ടൺ അല്ലെങ്കിൽ ചെട്ടിനാട് സാരിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നന്നായി ഉദിച്ച് നിൽക്കുന്ന ഒരു കളറാണ്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൽ ഈ ഒരു സാരിക്ക് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു കോട്ടൺ ബ്ലൗസാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന അതേ ടൈപ്പ് ബ്ലൗസ് തന്നെയാണ്. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്, ബാക്കിൽ നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാരിക്ക് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് ചെറിയ പ്രിൻ്റോട് വരുന്ന പ്യുവർ കോട്ടൺ ബ്ലൗസൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ആ സാരിയുടെ ഭംഗി കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. സിമിലർ ആയിട്ടുള്ള വിത്ത് ബ്ലൗസിനെക്കാട്ടിലേക്ക് ഇതുപോലെ എന്തെങ്കിലും കോൺട്രാസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ബ്ലൗസസ് ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക. പിന്നെ ഞാൻ മുന്നേ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ള സ്ട്രെച്ചബിൾ ബ്ലൗസസ് ആണ്. പക്ഷെ സ്ട്രെച്ചബിൾ ബ്ലൗസസിനെ കാട്ടിക്കും ഇങ്ങനെയുള്ള ഒത്തന്റിക് ആയിട്ടുള്ള സാരീസിനെല്ലാം അല്ലെങ്കിൽ ട്രഡീഷണൽ സാരീസിനെല്ലാം ഈ സ്ട്രെച്ചബിൾ ബ്ലൗസസിനെ കാട്ടിലേക്കും പ്യുവർ കോട്ടൺ റെഡി ടു വെയർ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസസ് ആയിരിക്കും. ഈ ഒരു സാരിക്ക് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിനാണ്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു ചെയിനാണ്. ഞങ്ങൾക്ക് ഒരുപാട് സെയിൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. സിൻസ് ഈ ഒരു കളറിന് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ചെയിൻ അതിന് സെറ്റ് ആക്കിയിരിക്കുന്നത്. ഈ ഇൻവിസിബിൾ ചെയിൻസ് തന്നെ നമുക്ക് പല വെറൈറ്റീസിലും അവൈലബിൾ ആണ്. അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആസ് പെർ റിക്വസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരായിരിക്കും. സോ ഇങ്ങനെയുള്ള ചെയിൻസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഈ സാരിയുടെ ബ്യൂട്ടി കുറച്ചും കൂടി ഒരു സെമി സിൽക്കിൽ വരുന്ന ഒരു ഇക്കറ്റ് പ്രിന്റ് വരുന്ന ഒരു പട്ടോള അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിങ്ങിന് വരുന്ന ഒരു സാരിയാണ്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ്. നമുക്കൊരു ചെറിയ ഫംഗ്ഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സെമി ടസറിൽ ആണ് ഈ ഒരു സാരി വരുന്നത്. സെമി ടസറിന്റെ ഒക്കെ ഒരു സെക്കൻഡ് ക്വാളിറ്റി പോലെയാണ് വരിക. അതുകൊണ്ട് തന്നെ പ്രൈസ് നമുക്കറിയാം, ടസർ എന്ന് പറയുമ്പോൾ ഒരു 3000 4000 ഒക്കെ ആ പ്രൈസ് ഒക്കെ വരും. ഇതാകുമ്പോൾ അത്രയൊന്നും പ്രൈസ് വരുന്നില്ല. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിലെല്ലാം മൊത്തമായിട്ട് ഒരു ഇക്കട്ട് പ്ലസ് പട്ടോള പ്രിന്റ് ആണ്. കൂടുതലായിട്ട് മോട്ടീവ്സ് ആണ് കൂടുതലായിട്ട് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ബ്ലാക്ക് ആൻഡ് ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിലാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ സാരിയുടെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ഇതിപ്പോ ഈ സാരി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറിയൊരു ഷൈനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബ്ലൗസിലും അതേപോലെ ഒരു ഷൈനിങ് വരും. ഞാൻ ആസ് യൂഷ്വൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ബ്ലാക്ക് ബ്ലൗസ് ഇതിന്റെ ബ്ലൗസ് ഇടുകയാണെങ്കിലും ഇറ്റ് വിൽ ബി പ്രിറ്റി. നമ്മളൊരു പൈപ്പിംഗ് ഒക്കെ വെച്ച് തുന്നുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. കണ്ടോ, ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലെയിൻ ബ്ലാക്കിലാണ് വരുന്നത്. വിത്തൗട്ട് ബോർഡർ ആണ് വരുന്നത്. ഇതിന്റെ ബോർഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ പ്രിറ്റി ആയിട്ടാണ് ഇതിന്റെ ബോർഡർ വരുന്നത്. ഇങ്ങനെ ഒരു പട്ടോല അല്ലെങ്കിൽ ഒരു ഇക്കട്ട് പ്രിന്റിലാണ് വരുന്നത്. വളരെ പ്രിറ്റി ആയിട്ടൊരു ബോർഡർ ആണ്. അതുപോലെ തന്നെ പല്ലു നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലുവാണ്. ഓവറോൾ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പ്ലസ് ആ ഒരു എൻ പോർഷനിലൊരു ലൈറ്റ് പിങ്ക് കളറിൽ ആണ് സാരിയുടെ പല്ലു വരുന്നത്. നല്ല പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഉടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഈ സാരി നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാവുന്നതാണ്. ബക്കറ്റ് വാഷ് പോസിബിൾ ആണ്. മെഷീൻ വാഷ് നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. യൂഷ്വലി ഇങ്ങനെയുള്ള സാരികൾക്കൊക്കെ ബക്കറ്റ് വാഷ്
വാഷ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ കെയർ ചെയ്യാനും എളുപ്പമായിട്ടുള്ള ഒരു സാരിയാണ്. ഇപ്പൊ ഇതിന് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു ചെയിനാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രീൻ കുന്തൻ സ്റ്റോൺസ് വിത്ത് എത്നിക് ബേസിലാണ് ഈ ഒരു ചെയിന് വരുന്നത്. അതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള അതിന്റെ തന്നെ സെറ്റിൽ വരുന്ന ഒരു ചെറിയൊരു ഹാങ്ങിങ് ആണ് വരുന്നത്. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഈ ചെയിനിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇത് വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ്, വളരെ കംഫർട്ടബിൾ ടു വെയർ ആണ്. അതുപോലെ തന്നെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. നമുക്കൊരു സെമി സിൽക്കിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫംഗ്ഷണൽ വെയർ ആയിട്ട് നമുക്കിതിനെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് കാണിച്ചു വെക്കുന്നത് പ്യുവർ കോട്ടൺ സാരീസ് അല്ലെങ്കിൽ കാഞ്ചി അല്ലെങ്കിൽ ചെട്ടിനാട് കോട്ടൺ സാരീസ് ആണ് നിങ്ങൾക്ക് മുമ്പ് നമ്മൾ പോർട്രേറ്റ് ചെയ്തത്. ആർക്കെങ്കിലും വേണം ഓർഡർ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. വിൽ ഗെറ്റ് ബാക്ക് ടു യു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.